ഹോളിവുഡിൽ നിന്ന് വളരെ അകലെ സ്പെയിനിലെ മാഡ്രിഡിൽ താമസിക്കുകയാണ് ആംബർ ഹെഡ്. 2021 ഏപ്രിലിൽ ഊനാകിലേക്ക് വാടക ഗർഭധാരണത്തിലൂടെയാണ് അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പെൺകുട്ടിയുടെ അച്ഛന്റെ പേരുവിവരങ്ങൾ ആ സ്ത്രീ ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ല. ഡിസംബറിൽ തനിക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. എന്നാൽ ഇപ്പോൾ കുറഞ്ഞത് 14 കുട്ടികളുടെ പിതാവായ ശതകോടീശ്വരൻ ഒരു കൂട്ടം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും നിരവധി അമ്മമാരുമായി രഹസ്യ സാമ്പത്തിക ഇടപാടുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അവകാശപ്പെടുന്ന പുതിയൊരു റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് മസ്കിനും കുറെ മക്കളുണ്ടോ എന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത്. മസ്കിന്റെ കുട്ടികളുടെ യഥാർത്ഥ എണ്ണം പൊതുജനങ്ങൾക്ക് അറിയാവുന്നതിലും വളരെ കൂടുതലാണെന്ന് ടെക് സംരംഭകനുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. സന്താനങ്ങളുടെ ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മസ്ക് മുന്നോട്ട് പോകുന്നതെന്നാണ് വിശദാംശങ്ങൾ പറയുന്നത്. എന്നാൽ മസ്കിന് തിരിച്ചടിയായത് നിയമരേഖകൾ പ്രകാരം ആംബർ ഹെഡുമായി അവരുടെ ഭ്രൂണങ്ങളെ ചൊല്ലി എലോൺ മസ്ക് നിയമപരമായ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ്. മുൻ നടൻ ജോണി ഡെപ്പുമായുള്ള മാനനഷ്ട പോരാട്ടത്തിന് ശേഷം താരതമ്യേന നിശബ്ദമായി ഒതുങ്ങിക്കൂടി ജീവിച്ച നടി തന്റെ കുട്ടിയുടെ പിതാവിനെ കുറിച്ച് സ്വകാര്യത പുലർത്തിയിരുന്നു. ഒരേ സമയം അമ്മയുടെയും അച്ഛന്റെയും വേഷമാണ് താൻ കൈകാര്യം ചെയ്യുന്നതെന്നാണ് നടി പറയുന്നത്. എന്നാൽ ആംബറിന്റെ സഹോദരി വിറ്റ്നിയുടെ അടുത്ത സുഹൃത്ത് ഒപ്പിട്ട 2022 ഒരു കേസിൽ നിന്നുള്ള പുതിയ പ്രഖ്യാപനം 2016 മുതൽ 2018 വരെ മസ്കും ആംബറും പ്രണയത്തിലായിരുന്നുവെന്നും ഇരുവരും ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. മസ്കുമായി സൃഷ്ടിച്ച ഭ്രൂണങ്ങളുടെ പേരിൽ ഇരുവരും നിയമയുദ്ധത്തിലായിരുന്നു. അവയെ നശിപ്പിക്കാൻ മസ്ക് ആഗ്രഹിച്ചിരുന്നതായും എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവർ അതിനെ നിലനിർത്താൻ ശ്രമിച്ചുവെന്നാണ് വിവരം.